ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് ദോശയ്ക്കും ഇഡലിക്കും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയ ഒരു മുതിര ചട്നിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു പാനിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് വറുത്തെടുക്കണം. നന്നായി വറുത്ത് വരുമ്പോൾ മുതിരയുടെ കളറൊക്കെ മാറി ചെറിയ ചുവപ്പ് നിറം വരും. അതുപോലെ നല്ല മണവും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള അരിഞ്ഞതാണ്, ഒരു 3 വെളുത്തുള്ളി, 2 കാശ്മീരി ചില്ലി, ഒരു ചെറിയ ഉരുള പുളി, ഒരു പകുതി തേങ്ങയുടെ കഷ്ണങ്ങളാണിത്. കാഷ്നട്ട് ഒരു 10 എടുത്തിട്ടുണ്ട്. ഇനി ഇവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറം വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മുതിരയ്ക്ക് ചെറിയ ഒരു കയ്പ്പ് രസമുണ്ട്. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് അധികം പിടിക്കാറില്ല. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാഷ്നട്ട് കൂടി ചേർക്കാവുന്നതാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായും ആഴ്ചയിൽ 2 തവണയെങ്കിലും മുതിര വെച്ചുള്ള ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുക. സവാളയൊക്കെ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുതിര ഒന്ന് പൊടിച്ചെടുക്കണം. 2 തവണയെങ്കിലും മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തേങ്ങാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകും ഉഴുന്നും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വറുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചോറിനായിട്ടാണ് ഈ ചട്നി ചെയ്യുന്നതെങ്കിൽ വെള്ളം കുറച്ച ശേഷം പുളി കൂട്ടി അരച്ച് ചേർക്കണം. ഇപ്പം നമ്മുടെ വളരെ ഹെൽത്തിയായ മുതിര ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.